അപ്പോൾ കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് എക്സസൈസ് 8.3 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 6th ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. Arif took a loan of rupees 80,000 from a bank. If the rate of interest 10% per annum, find the difference in amount he would be paying after 1.5 years if the interest is compounded annually, compounded half yearly. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം നമുക്ക്. ഫസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി ആണ്. ആനുവലി ആകുമ്പോൾ നമുക്ക് എമൗണ്ട് കാണാനുള്ളത് A = P × 1 + R/100 raised to n ആണ്. ഇവിടെ n എന്ന് പറയുന്നത് 1.5 years ആണ്. 1.5 years ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 1 ഇയറിന് കാണും. ഹാഫ് ഇയേഴ്സ് സിമ്പിൾ ഇൻട്രസ്റ്റിൽ കണ്ടിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. R എന്ന് പറയുന്നത് 10%. അപ്പോൾ ഇനി P എന്ന് പറയുന്നത് 80,000. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A = 80,000 × 1 + R എന്ന് പറയുന്നത് 10/100 raised to ഇവിടെ 1 കൊടുക്കുക. 1.5 years ആണ്. അപ്പോൾ 1 ഇയറിന് കാണുന്നു. 0 ക്യാൻസൽ ആയി. 80,000 ഇൻറ്റു ഇവിടെ ഈ 10 × 1 10, 10 + 1 11, 11/10 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ക്യാൻസൽ ആയി. ഇത്ര കിട്ടുന്നത് 88. 11 × 8 88, പിന്നെ ഈ 3 0. അപ്പോൾ ഇത്രയാണ് നമുക്ക് 1 ഇയറിന് കിട്ടുന്നത്. ഇനി SI കാണുക. SI = PRT/100 ആണ്. അവിടെ P എന്നുള്ളത് ഈ എമൗണ്ട് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. 88,000 ഇൻറ്റു R എന്ന് പറയുന്നത് 10 ഇൻറ്റു T എന്ന് പറയുന്നത് ഹാഫ് ഇയേഴ്സിനാണ്, /100. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 2 0 ക്യാൻസലായി. ഇവിടെ 5 ആയി. അപ്പോൾ 5 ആവുമ്പോൾ ഇവിടെ 88 ഇൻറ്റു 5. അപ്പോൾ ഇവിടെ 44. അപ്പോൾ 44 4,400 ആണ് വരുന്നത്. അപ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ കോമ്പൗണ്ടഡ് ആനുവലിയിലെ എമൗണ്ട് എന്ന് പറയുന്നത് 88,000 പ്ലസ് 4,400. അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 88,000 പ്ലസ് 4,400 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 0 0 4 12 92400 എന്ന് കിട്ടി. അപ്പോൾ ഇത്രയാണ് നമുക്ക് കോമ്പൗണ്ടഡ് ആനുവലി എന്നുള്ളത് കിട്ടുന്നത്. ഇനി കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. അപ്പോൾ അടുത്തത് സെക്കൻഡ് പാർട്ട് നമുക്ക് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണ്. ഹാഫ് ഇയർലി ആവുമ്പോൾ n എന്ന് പറയുന്നത് നമുക്കറിയാം 1.5 years എന്ന് പറയുമ്പോൾ ഹാഫ് ഇയർലി 6 monthsലാണ് നമുക്ക് അതായത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹാഫ് 3 ഹാഫ് ചേർന്നാലാണ് നമുക്ക് 1.5 വരുന്നത്. അപ്പോൾ അവിടെ n എന്ന് പറയുന്നത് നമ്മൾ 3 ആയിട്ട് എടുക്കും. അതുപോലെ R എന്ന് പറയുന്നത് പെർ ആനം ആണ് 10%. അപ്പോൾ ഹാഫ് ഇയർലി ആവുമ്പോൾ R എന്ന് പറയുന്നത് 10/2 എന്താവും? 5 ആവും. അപ്പോൾ എത്രയാണ് എമൗണ്ട് വരുന്നത് എന്നുള്ളത് നോക്കാം. A = P 80,000 ഇൻറ്റു 1 + R എന്ന് പറയുന്നത് 5 ആണ്. 5/100 raised to n എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. അപ്പോൾ 80,000 ഇൻറ്റു ഇവിടെ 5/100 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? അതായത് 1 + 1/20 എന്ന് എഴുതാം. 5/100 എന്ന് പറഞ്ഞാൽ 20 × 5 ആണ് 100. അപ്പോൾ 1/20 എന്ന് എഴുതുക. 3. ഇനി 80,000 ഇൻറ്റു ഇവിടെ 20 + 1 21. അപ്പോൾ 21/20 ഇൻറ്റു 3 ടൈം, അതായത് 3 ആണ് റേസ്ഡ്. അപ്പോൾ 3 ടൈംസ് എഴുതുക. ഇവിടെ 3 0 നമുക്ക് ക്യാൻസലായി പോകും. 3 0 ക്യാൻസലായി. 80നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 40 ആയി. അതുപോലെ 40നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 ആയി. 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ആയി. ഇനി 21 × 21 എന്ന് പറയുന്നത് 441 ആണ്. 441 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 441, പിന്നെ എന്ത് ചെയ്യണം? ഒരു 21 കൂടി ഉണ്ട്. 441 × 21 4 4 2 8 8. അപ്പോൾ 1 6 9261 ഇൻറ്റു 10 ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 92610 ആണ് എമൗണ്ട് കിട്ടുന്നത്. അതായത് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആവുമ്പോൾ നമുക്ക് 92610 ആണ് കിട്ടിയത് എമൗണ്ട്. കോമ്പൗണ്ടഡ് ആനുവലി ആയപ്പോൾ 92,400, അതായത് 92,400 ആയിരുന്നു. അപ്പോൾ ഡിഫറൻസ് ഇൻ എമൗണ്ട്സ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻ എമൗണ്ട്
ഈക്വൽ ടു 92,610 മൈനസ് 92,400. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. 210. അപ്പോൾ ഡിഫറൻസിന് എമൗണ്ട് 210 ആണ് വരുന്നത്. 7th question. Maria invested rupees 8,000 in a business. She would be paid interest at the rate of 5% per annum compounded annually. Find the amount credited against her at the end of second year. പിന്നെ നമുക്ക് കാണേണ്ടത് ഇൻട്രസ്റ്റ് ഫോർ ദ തേർഡ് ഇയർ മാത്രം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം കോമ്പൗണ്ടഡ് ആനുവലി ആയതുകൊണ്ട് ഫസ്റ്റ് പാർട്ട് A ഈക്വൽ ടു P ഇൻറ്റു 1 + R/100 ആണ് വരുന്നത്. ഇവിടെ N എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിലേക്കുള്ളതാണ് നമുക്ക് കാണുന്നത്. N2, R എന്ന് പറയുന്നത് 5, P എന്ന് പറയുന്നത് 8,000. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 8,000 ഇൻറ്റു 1 + 5/100 വരും. അപ്പോൾ ഇവിടെ 8,000 ഇൻറ്റു ഇവിടെ 1 നേരത്തെ ചെയ്ത പോലെ 5/100 എന്ന് പറഞ്ഞാൽ 1/20 ആയി ⁻². അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? 8,000 ഇൻറ്റു 20, അതായത് 20 + 1, 21/20 രണ്ട് ടൈം എഴുതുക. 0 ക്യാൻസലായി. 80ൽ 240 ആയി. അതുപോലെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 20 ആയി. അപ്പോൾ 21 × 21 441. 441 × 2 എന്ന് പറയുന്നത് 288. അപ്പോൾ 8,820 ആണ് നമുക്ക് എമൗണ്ട് കിട്ടുന്നത്. എമൗണ്ട് ക്രെഡിറ്റഡ് എഗൻസ്റ്റ് ഇയർ അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8,820 ആണ് വരുന്നത്. ഇനി ഇൻട്രസ്റ്റ് ഫോർ ദ തേർഡ് ഇയർ കാണണം. അപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് എത്രയായിരുന്നു? 8,820 ആണ്. അവിടെ N എന്ന് പറയുന്നത് 1, തേർഡ് ഇയറിൻ്റെത് മാത്രമാണ് നമുക്ക് കാണുന്നത്. R എന്ന് പറയുന്നത് 5 തന്നെ. അപ്പോൾ നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. A ഈക്വൽ ടു P ഇൻറ്റു 1 + R/100 ആണ് നമ്മുടെ ഫോർമുല. അപ്പോൾ 8,820 ഇൻറ്റു 1 + 5/100 N എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. അപ്പോൾ 8,820 ഇൻറ്റു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നേരത്തെ എഴുതിയ പോലെ 21/20 ആണ് വരിക. അതായത് 5/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/20 20 ഇൻറ്റു 120 + 1 എന്ന് പറയുന്നത് 21/20 വരും. അപ്പോൾ ഇവിടെ ക്യാൻസലായി. 2 എന്ന് പറയുന്നത് 441 ഇൻറ്റു 21 ആണ് വരുന്നത്. 441 × 21 എന്ന് പറയുമ്പോൾ 144,288. ഇപ്പോൾ 9261 ആണ് കിട്ടുന്നത്. 9261 എന്ന് പറയുന്നത് എമൗണ്ട് ആണ്. നമുക്ക് ഇവിടെ കാണേണ്ടത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് CI ഈക്വൽ ടു A - P ആണ്. അപ്പോൾ A എന്ന് പറയുന്നത് CI ഈക്വൽ ടു A 9261 മൈനസ് P എന്ന് പറയുന്നത് 8,820. ഇപ്പോൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 441. ഇപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് തേർഡ് ഇയർ മാത്രമുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 441 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ എമൗണ്ട് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹10,000 ഫോർ 1.5 years at 10% per annum compounded half yearly. Would this amount be more than the interest he would get if it was compounded annually? അപ്പോൾ ഏതിലാണ് ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടുന്നത് എന്നുള്ളത് കാണണം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണ്. കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആവുമ്പോൾ നമുക്കറിയാം അവിടെ എത്രയാണ്? 1.5 years. N എന്ന് പറയുന്നത് 1.5 years ആയതുകൊണ്ട് N ഈക്വൽ ടു 3 ആണ്. അതുപോലെ R എന്ന് പറയുന്നത് 10/2 5 കിട്ടും. A ഈക്വൽ ടു P ഇൻറ്റു 1 + R/100 ആണ്. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. P എന്ന് പറയുന്നത് 10,000 ആണ്. P ഈക്വൽ ടു 10,000. അപ്പോൾ 10,000 ഇൻറ്റു 1 + 5/100 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് 10,000 ഇൻറ്റു ഈ 5/100 എന്ന് പറയുന്നത് 1/20 ആണ്. അപ്പോൾ 10,000 ഇൻറ്റു 21/20 ഇൻറ്റു 21/20 ഇൻറ്റു 21/20. അപ്പോൾ ഇതിൽ 0 0 3 0 നമുക്ക് ക്യാൻസലായിപ്പോയി. 3 0 ക്യാൻസലായി. ഇവിടെ ഇനി എത്രയാണ്? 8. അപ്പോൾ 21 × 21
ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 5 ആക്കാം. 441 ഇൻറ്റു 21 എന്ന് പറയുന്നത് 9261 ഇൻറ്റു 5 എന്ന് പറയുന്നത് 5 3 13 1 46 46305 ആണുള്ളത്. 46305നെ നമുക്ക് 8 കൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 465നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 4 6ൽ 1 4 23ൽ 5 20 30ൽ 7 28 2 25ൽ നമുക്ക് ഇവിടെ 6 ഇപ്പോൾ 24 ആയി 1 അപ്പോൾ 0.2 11,576.2 ആണ് കിട്ടുന്നത്. ഇത്രയാണ് നമുക്ക് എമൗണ്ട് കിട്ടുന്നത്. ഇനി സി ഐ എന്ന് പറയുന്നത് CI ഈക്വൽ ടു A മൈനസ് പി ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 11,576.2 മൈനസ് എന്താണ് പി 10,000. ഇത് മൈനസ് ചെയ്യുക. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുള്ളത് നോക്കാം നമുക്ക്. 11,576.2 മൈനസ് 10,000. ഇവിടെ 1576.2. ഇവിടെ നമുക്ക് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആയപ്പോൾ നമുക്ക് കിട്ടിയത് 1576.2 ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഇനി അപ്പോൾ അടുത്തത് നമുക്ക് അതിൽ ദിസ് എമൗണ്ട് ബി മോർ ദാൻ ദ ഇൻട്രസ്റ്റ് യു വുഡ് ഗെറ്റ് ഇറ്റ് വാസ് കോമ്പൗണ്ടഡ് ആനുവലി ആണ്. അപ്പോൾ ആനുവലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ n എന്ന് പറയുന്നത് 1.5 ഇയേഴ്സ് ആണ്. 1.5 ഇയേഴ്സ് ആകുമ്പോൾ ആദ്യം നമ്മൾ 1 എടുത്തിട്ട് ചെയ്യും. ഹാഫ് ഇയർ സിമ്പിൾ ഇൻട്രസ്റ്റിൽ കാണും. അപ്പോൾ പി എന്ന് പറയുന്നത് 10,000 ഇൻറ്റു 1 പ്ലസ് ആർ എന്ന് പറയുന്നത് 10/100 റേസ് ടു n എന്ന് പറയുന്നത് 1 കൊടുക്കുക. അപ്പോൾ ഇവിടെ ആറ് 10% ആണ്. 10,000 ഇൻറ്റു ഇത് നമുക്ക് 0 ക്യാൻസൽ ആയപ്പോൾ 1 ഇൻറ്റു 10 10 10 പ്ലസ് 1 11/10 ആണ് വരുന്നത്. 11/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇത് ക്യാൻസലായി, 0 ക്യാൻസലായി. അപ്പോൾ 1 1 1 1 3 0. അപ്പോൾ ഇത്രയാണ് എമൗണ്ട് കിട്ടുന്നത്. ഇനി ഇത് വെച്ചിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്യുക. സിമ്പിൾ ഇൻട്രസ്റ്റ് PRT/100 ആണ്. പി എന്ന് പറയുന്നത് ഈ വാല്യൂ എടുക്കുക. ആർ എന്ന് പറയുന്നത് 10 ഹാഫ് ഇയേഴ്സിന് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 0 ആയി. 2 എന്ന് പറയുന്നതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ 550 വരും. അപ്പോൾ 550 ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് 1130 പ്ലസ് 550. അപ്പോൾ 11550 എന്ന് പറയുമ്പോൾ 5511. അപ്പോൾ 11550 എന്ന് കിട്ടി. ഇത്രയാണ് എമൗണ്ട് വരുന്നത്. ഇനി CI ഈക്വൽ ടു A മൈനസ് പി. അവിടെ A എന്ന് പറയുന്നത് 11,550 മൈനസ് പി എന്ന് പറയുന്നത് 10,000 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ് ഇൻട്രസ്റ്റ് വരിക? 1550 ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ ഏതിലാണ് ഇൻട്രസ്റ്റ് കൂടുതൽ? ഹാഫ് ഇയർലിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതാണ് ദ എമൗണ്ട് വുഡ് ബി മോർ ദാൻ ദ ഇൻട്രസ്റ്റ് യു വുഡ് ഗെറ്റ് ഇറ്റ് വാസ് കോമ്പൗണ്ടഡ് ആനുവലി ആണോ ഹാഫ് ഇയർലി ആണോ? അപ്പോൾ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലിയിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് കൂടുതലെന്ന് പറയാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അത്രയാണ്. Find the amount which Ram will get on rupees 4,096 if he gave it for 18 months at 12.5% per annum, interest being compounded annually. ഹാഫ് ഇയർലി ആണ്. അപ്പോൾ ഹാഫ് ഇയർലി ആവുമ്പോൾ ഇവിടെ നമുക്ക് പി എന്ന് പറയുന്നത് എത്രയാണ്? P 4096 ആണ്. അതുപോലെ 18 മന്ത്സ് ആണ്. അപ്പോൾ 18 മന്ത്സ് എന്ന് പറയുന്നത് 18 മന്ത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണ്. ഹാഫ് ഇയർലി ആവുമ്പോൾ 6 മന്ത്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 18/6 ചെയ്ത് കഴിഞ്ഞാൽ 3 ഹാഫ് ഇയേഴ്സ് ആയിട്ട് കിട്ടും. അപ്പോൾ എന്ന് പറയുന്നത് 3 ഹാഫ് ഇയേഴ്സ്, അതായത് 6 മന്ത്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് 18 മന്ത്സ് എന്ന് പറയുമ്പോൾ 18 മന്ത്സിന് നമുക്ക് എങ്ങനെയാണ് 6 + 6 + 6, അപ്പോൾ 3
ഹാഫ് ഇയേഴ്സ്. അപ്പോൾ n എന്ന് പറയുന്നത് 3 ആയിട്ട് എടുക്കുക. അതുപോലെ r എന്ന് പറയുന്നത് ഇവിടെ 12.5 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 12 × 2 24, 24 + 1 25/2, അതിൻ്റെ ÷ 2 ആണ് വരിക. അപ്പോൾ 25/4 ആണ് നമുക്ക് കിട്ടുക. കാരണം 6 പെർ ആനം ആണ് 12.5%. അപ്പോൾ ഹാഫ് ഇയേഴ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് അത് ÷ 2 ചെയ്യുക. അപ്പോൾ 25/4 കിട്ടുന്നത് P. ഇനി A = P × 1 + r/100⁻n. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P എന്ന് പറയുന്നത് 4096 × 1 + ഇത് 25/4 പിന്നെ ഈ ഒരു 100 n എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ 25/100 എന്ന് പറയുന്നത് 4 ആയി. അപ്പോൾ ഇവിടെ 4096 × ഇവിടെ 1 + 1/16 ആണുള്ളത് × 3. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4096 × 16 + 1 17/16. 3 ടൈം എഴുതുക. 17/16 × 17/16. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 4096 ഉണ്ട്, ഇവിടെ 16 ഉണ്ട്. അപ്പോൾ ഇതിനെ 4 കൊണ്ട് ക്യാൻസൽ ചെയ്യും. 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും? 1 0, അതായത് ഇതിനെ 4 കൊണ്ട് 8 എന്ന് പറയുന്നത് 2 × 16 4. അപ്പോൾ 1024 ആണ് വരുന്നത്. ഇനി ഇതിനെ നമുക്ക് ആദ്യം 4 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 8 22 5 6 24 6 256 ആണ് വരുന്നത്. 256 എന്ന് പറഞ്ഞാൽ 16 × 16 256 ആണ്. അപ്പോൾ 256 × 17 × 17 × 17 ഡിവൈഡ് ബൈ ഇവിടെ 16 × 16 256 ആണ്. അപ്പോൾ അത് ക്യാൻസൽ ആയിപ്പോയി. 17 × 17 289, 289 × 17 എന്ന് പറയുന്നത് 4913 ആണ് കിട്ടുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അതിൻ്റെ ആൻസർ 4913. ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.